മാർച്ച് 10-ാം തീയതി ഹയർ സെക്കൻഡറിക്കാരുടെ കെമിസ്ട്രി എക്സാം തുടങ്ങുകയാണ്. എക്സാമിന് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നല്ലോണം റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം പോകാൻ 2 ദിവസം കൂടിയേ ഉള്ളൂ. റിവൈസ് ചെയ്യാന്ന് പറയുമ്പം ഫസ്റ്റ് 3 ചാപ്റ്ററിലെയും പ്രോബ്ലംസ് നല്ല വൃത്തിയായിട്ട് നോക്കിയിട്ട് പോകണം. ഓർഗാനിക് റിയാക്ഷൻസ്, അതായത് നിങ്ങളുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരുപാട് നെയിം റിയാക്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഫ്ലാഷ് കാർഡിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷനായിട്ടോ എഴുതിയിട്ടുണ്ടെങ്കിൽ പോണതിന് മുമ്പ് അതൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് മാത്രമേ പോകാവുള്ളൂ. മറന്നു പോകരുത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 4-5 എണ്ണമെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കുറച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെങ്ങനെയാണ് എഴുതേണ്ടത്, ടൈം മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇനി പരീക്ഷാ ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ സബ് ക്വസ്റ്റ്യൻസ് വരും. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ വളരെ ശ്രദ്ധിച്ചെഴുതുക. അതിൽ നിന്ന് 1-2 ഒന്നും വിട്ടു പോകരുത്, അല്ലെങ്കിൽ കാണാതെ പോകരുത്. ഈവൺ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ സബ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക. അതുകൊണ്ട് തന്നെ ഓരോ പോയിൻറ്റും വായിച്ചതിന് ശേഷം മാത്രം അതിൻ്റെ ആൻസേഴ്സ് കൊടുക്കുക. ഒരു ക്വസ്റ്റ്യനും വിട്ടു പോകരുത്. ഇനി രണ്ടാമത്തെ കാര്യം, പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് സ്റ്റെപ്പിന് മാർക്കുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് അറിയാമോ ചെയ്യാൻ അത്രത്തോളം ചെയ്തിടുക. ഒരു ക്വസ്റ്റ്യനും വിടരുത്. ഇനി എക്സാമിൻ്റെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് സയൻറ്റിഫിക് ടേംസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ് എന്നൊക്കെയാണ് പറയേണ്ടത്. അല്ലാതെ ഡിക്രീസ് ഇൻ ബോയിലിംഗ് പോയിൻറ്റ്, ഇൻക്രീസ് ഇൻ ബോയിലിംഗ് പോയിൻറ്റ് അങ്ങനെയൊന്നും എഴുതരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതി വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു റെപ്രസെൻറ്റ് ചെയ്യാൻ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫ് ഡയഗ്രാമൊക്കെ ചുമ്മാ വരയ്ക്കാതെ ശ്രദ്ധയോടെ വരയ്ക്കുക. കാരണം അതിന് മാർക്കുള്ളതാണ്. ഇനി നിങ്ങൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇപ്പോൾ എഴുതുകയെന്ന് വിചാരിച്ചോ, ആ സമയത്ത് എഴുതി ഇങ്ങനെ സെൻറ്റൻസ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ സൈഡിൽ ഒരു ഗ്രാഫും കൂടെ വരയ്ക്കുക. കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം. അപ്പോൾ എന്തൊരു പറയും, പെട്ടെന്ന് അവരത് കാണും, നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇക്വേഷൻസൊക്കെ തെറ്റാതെ എഴുതുക. കാരണം പെട്ടെന്ന് അവർ കാണുന്നതാണ് ഈ നിങ്ങൾ എഴുതുന്ന ഇക്വേഷൻസ്. ഇപ്പോൾ ഓർഗാനിക്കിലായാലും ഇൻഓർഗാനിക്കിലായാലും ഇക്വേഷൻസ് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ അതായത് കെമിക്കൽ ഫോമിലൊക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉടനെ ഒരു ടേബിൾ വരച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് പോയിൻറ്റ്സ് അവർക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടഫ് ആവുകയാണെങ്കിൽ അത് പിന്നീട് എഴുതാൻ ശ്രമിക്കുക. അപ്പം ലാസ്റ്റ് എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സബ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളെങ്കിൽ ആ സബ് ക്വസ്റ്റ്യൻ 2 മാത്രം കൊണ്ടുപോയി അവസാനം എഴുതരുത്. ആ ക്വസ്റ്റ്യനോടെ മൊത്തമായിട്ട്, അതായത് ഇപ്പോൾ 7th ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എങ്കിൽ അത് മൊത്തമായിട്ട് ലാസ്റ്റ് പോയി എഴുതുക. അല്ലാതെ അതിൻ്റെ സബ് ക്വസ്റ്റ്യനും കൂടി മാത്രം, അതായത് 7-ലെ 2 മാത്രം പോയി ബാക്കിൽ എഴുതരുത്. കാരണം മാർക്ക് നിങ്ങൾക്ക് മിസ്സാകാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം വീഡിയോസ് ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറയും CBSE ആണ്. CBSEക്കും സ്റ്റേറ്റിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഒന്ന് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയി എക്സാം എഴുതുക. ഉറപ്പായിട്ടും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. എക്സാം എളുപ്പമാകുമെന്ന് തന്നെയാണ് വിശ്വാസം. താങ്ക് യു.